ഹായ്. സ്ത്രീകൾ ജോലിക്ക് പോകുന്നതിനെ പറ്റി പറയുമ്പോൾ പുരുഷന്മാർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഒന്നാമത് അവർ ചോദിക്കുന്ന ചോദ്യം, നീ ജോലിക്ക് പോയി ഉണ്ടാക്കിയിട്ട് വേണോ ഇവിടുത്തെ കുടുംബത്തിലെ കാര്യങ്ങൾ നടക്കാൻ? നിനക്ക് 3 നേരത്തെ ഭക്ഷണം കിട്ടുന്നില്ലേ, താമസം കിട്ടുന്നില്ലേ, വസ്ത്രവും ആവശ്യങ്ങളൊക്കെ നടക്കുന്നില്ലേ? അതൊക്കെ പോരെ? ഇനി ഈ വീട്ടിലേക്ക് വേണ്ടത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ഇനി നീ പോയി എക്സ്ട്രാ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇവർ മനസ്സിലാക്കാത്തൊരു സംഭവമുണ്ട്. ഇവർ വിചാരിക്കുന്നത് ഈ ജോലി എന്ന് പറഞ്ഞാൽ കാശുണ്ടാക്കുന്ന പരിപാടി മാത്രമാണ് എന്നാണ്. അതല്ല. ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാശിന് ആവശ്യമില്ലെങ്കിൽ അതോടെ ഇരുന്നോട്ടെ. പക്ഷേ ജോലി എന്ന് പറയുന്നത് കാശ് മാത്രമല്ല, അതിന് ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. നിങ്ങൾ പക്ഷേ ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ഫീൽഡായിരിക്കാം, അധ്യാപകനാവാം, എന്ത് തരത്തിലുള്ള ജോലി ആയിക്കോട്ടെ. പക്ഷേ അതിനൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന സേവനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആ സേവനങ്ങളുടെ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ, അത് എത്രമാത്രം സമൂഹത്തിന് ഇമ്പോർട്ടൻ്റ് ആണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യുന്ന ആളെന്ന നിലയിൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ്. അതൊരു സ്ത്രീക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പലപ്പോഴും പുരുഷന്മാർ മനസ്സിലാക്കാത്ത കാര്യം അതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു വ്യക്തിക്ക് അവരുടെ മെൻ്റൽ ഹെൽത്ത് ഏറ്റവും നന്നായിരിക്കുന്നത് എപ്പോഴാണെന്നറിയോ? ആ വ്യക്തിക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുമ്പോഴാണ്. അതൊരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ തരത്തിലാവാം, സേവന രംഗത്തിലൂടെ. ഒരു ജോലി എന്ന് പറയുന്ന ഒരു സേവനമാണല്ലേ. ഒരു കമ്പനിയിലാണെങ്കിൽ ആ കമ്പനി വഴി നമുക്ക് ഒരു സേവനം ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഇങ്ങനെ സേവനത്തിലൂടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആതുര സേവനമോ, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയായിരിക്കാം, എന്തെങ്കിലും ജീവകാരുണ്യ പ്രവൃത്തിയായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. അതുവഴി നമ്മളൊരു കോൺട്രിബ്യൂഷൻ ചെയ്യുകയാണ് നമ്മുടെ സമൂഹത്തിലേക്ക്. അത് നമുക്ക് തരുന്ന ഒരു മീനിങ് ഉണ്ട് ജീവിതത്തിന്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പം നമുക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുക, ഒരു ഐഡൻറ്റിറ്റിയോടെ ജീവിക്കുക, നമുക്ക് നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാകുന്ന തരത്തിൽ സമൂഹത്തിലേക്ക് കുറേ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് ജീവിക്കുക. ഇതൊക്കെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും നമ്മുടെ മനസ്സിനും ഒക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യം, ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഏതെങ്കിലും ഒരാണ്, നിങ്ങൾ ഭർത്താവോ ആരും ആയിക്കോട്ടെ, പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക അതിനൊരു മറുവശമുണ്ട് എന്ന്. ഓക്കെ, ജോലി പണത്തിന് വേണ്ടി മാത്രമല്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് അവർ പറയുന്നത്. അവൾ ജോലിക്ക് പോയതിന് ശേഷമാണ് അഹങ്കാരിയായത്. അവൾക്ക് ഇപ്പോൾ ഒരു മൈൻഡില്ല. അവൾക്കിപ്പം എല്ലാം അവളുടേതായ ഒരു ലോകത്താണ് അവൾ ജീവിക്കുന്നത്. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് പുരുഷന്മാരുടെ പൊതുവേ ഉള്ളൊരു ഭയമാണ്. നമ്മുടെ നാട്ടിൽ പലരും ഒരു പാട്രിയാർക്കൽ കൾച്ചർ ഫോളോ ചെയ്യുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ഒരു പുരുഷ മേധാവിത്വം. അവർക്കൊരു മേധാവിത്വം ഉണ്ടെന്ന് തോന്നുന്നത് എപ്പോഴാണ്? അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഒരു സ്ത്രീ ജീവിക്കുമ്പോഴായിരിക്കും. ഇങ്ങനെ ഒരു രാജാവും പ്രജയുമായി ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ മേലുള്ള ഒരു ഗ്രിപ്പ് കുറയും, ഒരു പിടുത്തം കുറയും. നിങ്ങളെ അധികം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നടത്തുന്നു. സത്യത്തിൽ എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് കുറച്ചും കൂടെ പോസിബിലിറ്റീസായി. പണം വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ചും കൂടെ പോസിബിലിറ്റീസാണ്. നിങ്ങൾക്ക് കുടുംബത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാം, നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ പല കാര്യങ്ങൾ ചെയ്യാം, നിങ്ങൾക്ക് ദാനം ചെയ്യണമെങ്കിൽ ദാനം ചെയ്യാം. ഇങ്ങനെ കുറേ സാധ്യതകൾ വരികയാണ്. പണം എന്ന് പറയുന്നത് ഒരു പോസിബിലിറ്റിയാണ്. അതിൽ തന്നെ അത് തെറ്റൊന്നുമല്ല. നമ്മൾ ആ സാധ്യതയെ എങ്ങനെ നന്നായി ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. അപ്പം നിങ്ങളുടെ കയ്യിൽ പണം വരുന്നതിൽ ആർക്കാണ് ബുദ്ധിമുട്ട്? നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകുന്നതിൽ ആർക്കാണ് ബുദ്ധിമുട്ട്? നിങ്ങളുടെ ജീവിതത്തിന് ചിറകുകൾ വരുന്നതിൽ ആർക്കാണ് ബുദ്ധിമുട്ട്? അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ വ്യക്തി എന്തിനാണ് അങ്ങനെ ബുദ്ധിമുട്ട് എടുക്കാൻ കാരണം? അവിടെ മനസ്സിൽ എന്താണ് ഇപ്പോൾ ഗോയിങ് ഓൺ? അവർ നിങ്ങളെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ്. അത് തീർച്ചയായും നല്ല പ്രവണതയല്ല. ഓക്കെ, ഒരു കുടുംബജീവിതത്തിൽ രണ്ടുപേരും ഒരുപോലെ ഈക്വലാണ്, ഒരേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിറകുകൾ വരുന്നത് ഒരു നല്ല കാര്യമാണ്. മൂന്നാമത്തെ ഒരു ഭയമുണ്ട്. അവർ ഭയപ്പെടുന്നത്, ഇവൾ ജോലിക്കൊക്കെ പോയി തുടങ്ങി, കുറേ ആൾക്കാരൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ മനസ്സിൽ നിന്ന് ഞാൻ ഔട്ടാകൂ എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അതൊരു ആങ്സൈറ്റിയാണ് കേട്ടോ, ഒരു മുട്ടൻ ആങ്സൈറ്റിയാണ്. പലരിലും ഒരു ഇൻസെക്യൂരിറ്റി മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് അവരുടെ ബന്ധത്തിൽ അവർക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. പല കാരണങ്ങളുണ്ട്. ചിലപ്പം അവരിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, സെൽഫ് എസ്റ്റീം കുറവുള്ളതുകൊണ്ടായിരിക്കാം,
അല്ലെങ്കിൽ അവരുടെ ജീവിത പങ്കാളിനെ അത്ര ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടായിരിക്കാം, കുറേ കൂടെ ഇൻഡിപെൻഡൻ്റ് ആയി പോകുന്ന അറിയുമ്പം അവർക്കൊരു ഭയമൊക്കെ വരുന്നത്. ഏതായാലും ഇതൊരു ആങ്സൈറ്റിയുടെ ഒരു ഭാഗം കൂടെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഒരു പുരുഷൻ മാത്രമേ ഉള്ളൂവെങ്കിൽ അവൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുക അവൾ ഈ മറ്റു പുരുഷന്മാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന്? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ആണാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കൂടെ നിൽക്കാൻ കാരണം ഈ ലോകത്തിൽ വേറെ ഒരു പുരുഷന്മാരും ഇല്ലാത്തതുകൊണ്ടല്ല, നിങ്ങളെ അവൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. ഓക്കെ, അവൾക്കറിയാം ഓരോരുത്തരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന്. ഈ ലോകത്തിൽ ഒരുപാട് പുരുഷന്മാരുണ്ട്. അതിൽ അവരുടെ സഹോദരങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അപരിചിതരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, സുഹൃത്തുക്കളോട് എങ്ങനെ പെരുമാറേണ്ടത്, ഭർത്താവിനോട് എങ്ങനെ പെരുമാറേണ്ടത്, ഇത് അവർക്കറിയാം. ഓക്കെ, അതിൽ നിങ്ങൾ അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് ചിലപ്പോൾ നിങ്ങളുടെ ട്രസ്റ്റ് ഇഷ്യൂസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, അവരുടെ കഴിവുകളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് ആയിരിക്കാം. അതിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല വാസ്തവത്തിൽ. പക്ഷെ നിങ്ങൾ വല്ലാതെ ആങ്സൈറ്റി ഉണ്ടെങ്കിൽ അത് മറ്റു ചില കാരണങ്ങളായിരിക്കാം. ഇങ്ങനെ ആങ്സൈറ്റി ഉള്ളവരെ പേടിച്ച് അവരെ മാത്രം അത്തരം പേടിയെ മനസ്സിൽ ഓർത്ത് നിങ്ങൾ ജോലി ഉപേക്ഷിക്കാൻ പോകരുത്. അതും ഒരു മണ്ടൻ തീരുമാനമായിരിക്കും അങ്ങനെയൊക്കെ ചിലപ്പോൾ ചിന്തിച്ചാൽ. ഇനി നാലാമത് പൊതുവെ ആൾക്കാർ പറയുന്ന മറ്റൊരു കാര്യം, ഇവക്ക് വീട്ടിൽ കുറേ ജോലികളുണ്ട്, മക്കളെ നോക്കാനുണ്ട്, കഞ്ഞി വയ്ക്കാനുണ്ട്, ഭക്ഷണം ഉണ്ടാക്കണം, മക്കളെ നോക്കണം, ഇവൾ ജോലിക്ക് പോയാൽ എങ്ങനെയാണ് പറ്റുക? ഈ ഭക്ഷണം ഉണ്ടാക്കലും മക്കളെ നോക്കലും ഒരു സ്ത്രീയുടെ മാത്രം ജോലിയല്ല. സ്ത്രീകളെ ഭക്ഷണം ഉണ്ടാക്കാനും മക്കളെ നോക്കാനും കൂടി ഉണ്ടാക്കി വെച്ച, അല്ലെങ്കിൽ ഇങ്ങനെ രൂപപ്പെടുത്തിയെടുത്ത ഒരു ജീവിയാണെന്നാണ് ചിലരുടെ വിശ്വാസം. പുരുഷൻ്റെയും സ്ത്രീയുടെയും ഒരുപോലെയുള്ള ഉത്തരവാദിത്വമാണ് ഭക്ഷണം ഉണ്ടാക്കലും മക്കളുണ്ടെങ്കിൽ മക്കളെ നോക്കലും. രണ്ടുപേർക്കും തുല്യ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ, നിങ്ങൾ രണ്ടുപേരും മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്നവരാണെങ്കിൽ, മക്കൾക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് സമയം കണ്ടെത്തണം. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു സമയം വരെ, ചിലപ്പോൾ ഒരു 3-4 വയസ്സ് വരെ അമ്മയുടെ സാന്നിധ്യം കൂടുതൽ ആവശ്യമുണ്ടാവും. പ്രത്യേകിച്ച് ആദ്യത്തെ 1-2 വർഷം കൂടുതൽ ആവശ്യമുണ്ടാവും. ആ സമയത്ത് ഒരു പക്ഷേ മറ്റേണിറ്റി ലീവ് അല്ലെങ്കിൽ അമ്മ എന്ന നിലയിൽ മക്കൾക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഇതൊക്കെ ആവശ്യമായിരിക്കും. ആ സമയത്ത് ജോലി ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ ജീവിതകാലം മുഴുവൻ മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമായി ചെലവഴിക്കേണ്ട കാര്യമില്ല. മക്കൾക്ക് വേണ്ടി മക്കളോട് സ്നേഹം കാണിക്കേണ്ടത് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയും നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ പോസിബിലിറ്റീസും ഒക്കെ നിലനിർത്തിക്കൊണ്ടാണ് ചെയ്യേണ്ടത്. അതിലാണ് കാര്യം. അതിന് നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ സഹായിക്കുകയേണ്ടത് നിങ്ങളൊരു പുരുഷനാണെങ്കിൽ. അടുത്ത കാര്യം, ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഭാര്യ ഉണ്ടാക്കിയാലേ അതങ്ങോ ഉണ്ടാകൂ എന്നുണ്ടോ? അങ്ങനെയില്ലല്ലോ. ഇതൊക്കെ ഡെലഗേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ. എന്ന് പറഞ്ഞാൽ മറ്റാൾക്കാരെയും കൊണ്ട് കൂടി ചെയ്യിക്കാൻ പറ്റുന്ന കാര്യമല്ലേ. എത്രയോ പേരുണ്ട് ഭക്ഷണം ഉണ്ടാക്കി തരാൻ, ക്ലീൻ ചെയ്യാനൊക്കെ ജോലി അന്വേഷിക്കുന്നവർ. അവരുടെ കൂടെ ഹെൽപ്പ് എടുത്താൽ എന്താ പ്രശ്നം? അത് ഭാര്യ തന്നെ ഉണ്ടാക്കണം എന്നെന്താ ഇത്ര നിർബന്ധം? ഇനി കുട്ടികളെ നോക്കുന്നതിനും ഒക്കെ സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതകളില്ലേ. അപ്പോൾ ഇനി സ്കൂളിൽ വിടുന്ന ഒരു പ്രായമാകുമ്പം തീർച്ചയായും കുട്ടികൾ നിങ്ങളുടെ കൂടെ അല്ല മുഴു സമയം, അതിനുശേഷമുള്ള സമയമായിരിക്കാം. ആ സമയം സ്കൂളിൽ പോകുന്ന സമയമൊക്കെ ഒരു സ്ത്രീ ഇനി കൊച്ചു വരുന്നത് കാത്തിരിക്കുന്നു, ജോലിയെല്ലാം ഉപേക്ഷിച്ച് പിള്ളേരെ നോക്കിയിരിക്കുന്നു, വീട്ടിലെ കാര്യം മാത്രം നോക്കിയിരിക്കുന്നു. അപ്പോൾ അവരുടെ മാനസികാവസ്ഥയെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ. ശരിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ കഴിവ് സമൂഹത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതുമായി മുന്നോട്ട് പോകണം. നിങ്ങളുടെ ജീവിത പങ്കാളി ഒരു മുടന്തൻ ന്യായങ്ങളൊക്കെ പറഞ്ഞ് ചില ലോജിക്കില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങളെ പിന്തിരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്. അവർക്ക് ചിലപ്പോൾ ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്തതുണ്ടാവാം, അവർക്ക് പറഞ്ഞു കൊടുക്കുകയോ ആണ് ചെയ്യേണ്ടത്. എന്നിട്ടും നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലിയുടെ ആഗ്രഹമായിട്ട് മുന്നോട്ട് പോകും. അവർ എന്താ ചെയ്യുന്നത് നോക്കാം. അവർക്കാണ് പ്രശ്നമെങ്കിൽ ആ പ്രശ്നമുള്ളവരെ നോക്കി നമ്മൾ ജോലി ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത്. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ നോക്കണം, ഇതൊരു വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്വമല്ല, ഇതൊരു കൂട്ട് ഉത്തരവാദിത്വമാണ്. അതിൽ എല്ലാവർക്കും പങ്കുണ്ട്, എല്ലാവരും അതിൽ സഹകരിക്കണം. അങ്ങനെയാണ് വേണ്ടത്. ആ കൂട്ട് ഉത്തരവാദിത്വത്തിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയും നിങ്ങളുടെ മാനസിക ആരോഗ്യവും നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ സാധ്യതകളും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അനാവശ്യമായി ഒന്നും നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടില്ല. ബൈ.